നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ വീണ്ടും ചോര വീഴുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ ഫോർട്ട് കൊച്ചിയിൽ യുവാവിനെ കടയിൽ കയറി കുത്തിക്കൊലപ്പെടുത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഫോർട്ട് കൊച്ചി സ്വദേശി ബിനോയ് സ്റ്റാൻലിയാണ് ഇന്നലെ രാത്രിയിൽ കൊല്ലപ്പെട്ടത്. അത്തിപ്പൊഴി സ്വദേശി അലനാണ് ബിനോയ് സ്റ്റാൻലിയെ കൊലപ്പെടുത്തിയത്. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയെന്നാണ് പോലീസ് പറയുന്നത്. പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. അപ്പൊ ഈ സംഭവം നമ്മുടെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ വന്ന് പറഞ്ഞപ്പോഴാണ് ഈ സംഭവം അറിയണത്. ആ ചെക്കൻ എന്നുള്ള മയക്കമരുന്ന് അടിമയാണ് ഈ സംഭവം നടത്തിയവർ. സുഭാഷ് ആണ് ഇതിനെ വിവരം അറിയിക്കുന്നത്. അവൻ നിരന്തരം പഞ്ചാബ് ഇതിലൊക്കെ പ്രതികളാണ് ഈ പറഞ്ഞ പ്രതി. അതിനാണ് ഇവിടുത്തെ കാര്യം. അപ്പൊ ഇതിനാണ് എന്നോട് റിപ്പോർട്ട് എനിക്ക് വിളിച്ചു പറയുകയും ചെയ്ത് ഞങ്ങൾ ഇവിടെ വരികയും ചെയ്തു. മരിച്ച പയ്യനെ ഒന്നിനും ഇല്ലാത്തേക്കണം, ഒന്നിനും ആരോട് എല്ലാവരും കണ്ടടിച്ചിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാ ദിവസവും കാണാം. എൻ്റെ കൂടെ പറ്റത്തന്നെ ഒരാളോട് ഒരു പ്രശ്നമില്ലാത്ത പയ്യനാണ്. അതുകൊണ്ടൊക്കെ ജന കുടുംബത്തിന്റെ കാര്യം ആലോചിക്കുക. ഇതിനൊക്കെ അത് ചിന്തിക്കുന്നുണ്ട. ഞാൻ ഭാര്യ എന്ത് മനസ്സിലായ അങ്ങനെയാണ് പോലീസ് ശക്തമായിട്ട് ഇടപെടണമെന്ന് പറഞ്ഞത്. പോലീസ് അനങ്ങണില്ലല്ലോ. അതിലിങ്ങനെ ഈ മയക്കുമരുന്നായിട്ട് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ കണ്ടമാനം മയക്കുമരുന്നിന്റെ പിള്ളേരോട് ഉണ്ട്. ഇത് സ്വയബോധത്തിലല്ല ഇത് ചെയ്യണത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ആജ്ഞ, ഇത്തരം സംഭവങ്ങൾ ഈ സമീപകാലത്ത് നിരവധി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് തിരുവനന്തപുരം കരമനയിൽ ഒരു യുവാവിനെ ക്രൂരമായി ഗുണ്ടാ സംഘങ്ങൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ദൃശ്യങ്ങൾ നടുക്കത്തോടെ നമ്മൾ കണ്ടത്. അതിലും ഭയാനകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഫോർട്ട് കൊച്ചിയിൽ രാത്രിയിൽ ഇന്നലെ കണ്ടത്. അതായത് ഒരു കടയിൽ കയറി യുവാവിനെ ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തുന്നു. ഈ സംഭവം നടന്നിട്ട് 12 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെയും പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇയാൾ ഒളിവിൽ പോയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. നിരവധി അക്രമ കേസുകളിൽ, ലഹരി കേസുകളടക്കം പ്രതിയാണെന്ന വിവരവും പോലീസ് പങ്കുവെക്കുന്നുണ്ട്. നിലവിൽ ഈ അക്രമിയായിട്ടുള്ള, കൊലയാളിയായിട്ടുള്ള അലന് വേണ്ടിയുള്ള അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? അസിസ്റ്റന്റ് കമ്മീഷണർ KR മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അലന് വേണ്ടി അന്വേഷണം തുടങ്ങിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നലെ 7:45 കൂടിയാണ് അലൻ ഈ ബിനോയ് സ്റ്റാൻലി ജോലി ചെയ്യുന്ന കടയിലെത്തി കുറച്ചു നേരം സംസാരിക്കുന്നു. CCTV ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. അലൻ അവിടെ എത്തി കുറേ നേരം അദ്ദേഹവുമായി സംസാരിക്കുന്നു. അദ്ദേഹം തിരിച്ചെന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ തർക്കത്തിലേക്ക് പോയോ എന്നൊരു സാഹചര്യമൊന്നും അവിടെ അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാവുന്നില്ല, അങ്ങനെ കാണിക്കുന്നില്ല. ഇതിനുശേഷം അലൻ പോക്കറ്റിൽ കൊണ്ടുവന്നിരുന്ന കത്തിയെടുത്ത് ഈ അലൻ ബിനോയ് സ്റ്റാൻലിയെ കുത്തി വീഴ്ത്തുകയായിരുന്നു. ഒരു കുത്തല്ല, അദ്ദേഹം മരിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ കുത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അതിലെ ക്രൂരത. ഇതിനെ സാധൂകരിക്കാൻ ഉതകുന്ന ഒന്നുമില്ല എന്ന് വേണം പറയാൻ. കാരണം അലൻ ഈ ക്രൂരത അല്ലെങ്കിൽ ഈ കൊലപാതകം ചെയ്യാൻ തയ്യാറെടുത്ത് വന്ന ഒരു ബോഡി ലാംഗ്വേജ് ആണ് അലനിൽ ഉണ്ടായിരുന്നത്. അയാൾ തയ്യാറെടുത്ത് തന്നെ വന്നതാണ്. പോക്കറ്റിൽ കരുതിയിരുന്ന കത്തി എടുത്തിട്ടാണ് കുത്തി വീഴ്ത്തിയത്. അതിനുശേഷം അതേപോലെ തന്നെ പോക്കറ്റിൽ സേഫായി ആ കത്തി വെച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അതായത് ഈ എതിരാളി ബിനോയ് സ്റ്റാൻലി മരിച്ചു വീഴുന്നത് വരെ ആ കുത്തു തുടർന്നു എന്നുള്ളതാണ്. ഈ അലൻ നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ്. സ്ത്രീകളെ ശല്യപ്പെടുത്തിയ കേസിൽ പ്രതിയാണ്. ഈ പ്രദേശത്താകെ ചെറുപ്പക്കാർ മയക്കുമരുന്നിന് അടിമകളാണ്. ഇത്തരം നിരവധി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടും പോലീസ് അനാസ്ഥ കാണിക്കുന്നു പോലീസ് അലംഭാവം കാണിക്കുന്നു എന്നൊരു അതാണ് ഭയപ്പെടുത്തുന്ന കാര്യം. ഈ നാട്ടുകാരടക്കം ഇതിനെ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. പോലീസിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇതുപോലുള്ള ലഹരി സംഘങ്ങൾ നാട്ടിൽ അഴിഞ്ഞാടിയിട്ടും സ്ത്രീകൾക്ക് പട്ടാപ്പകൽ പോലും സുരക്ഷിതമായി പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഈ അക്രമികൾക്കെതിരെ, ലഹരി സംഘങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്ന്. കാരണം നിരവധി കേസുകളിൽ പ്രതിയായ ഈ അലൻ പുറത്തിറങ്ങാനുള്ള സാഹചര്യം, ജയിലിന് പുറത്തിറങ്ങുന്നു, വീണ്ടും അക്രമങ്ങൾ നടത്തുന്നു, സ്ത്രീകളെ ശല്യപ്പെടുത്തുന്നു, ഏറ്റവും ഒടുവിൽ ഒരു യുവാവിന്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നത് പോലീസിന്റെ തന്നെ ഒരു വീഴ്ചയായിട്ടാണോ നാട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നത്?
സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലുള്ള ഒരു ആരോപണം തന്നെയാണ് നാട്ടുകാർ നമ്മളോട് സംസാരിച്ചതിൽ നിന്നും വ്യക്തമാകുന്നത്. മയക്കുമരുന്നിന്റെ കേന്ദ്രമാണ് ഇവിടം. ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടുന്നതിന്റെ സോഴ്സ് വ്യക്തമാകുന്നില്ല. അതല്ലെങ്കിൽ ആ സോഴ്സിനെ പറ്റി അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല തുടങ്ങിയ വിമർശനങ്ങളാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ മരിച്ച ബിനോയ് സ്റ്റാൻലി എന്ന് പറയുന്ന ആൾ അത്യാവശ്യം നാട്ടുകാർക്ക് മതിപ്പുള്ള ഒരു വ്യക്തിയാണ്. അതേസമയം അലനെ പറ്റി അങ്ങനെയല്ല. അലൻ നിരവധി മയക്കുമരുന്ന് കേസിൽ പ്രതിയാണ്. മയക്കുമരുന്ന് കൊണ്ട് നിരവധി പ്രശ്നങ്ങളാണ് അലൻ നാട്ടിലുണ്ടാക്കിയത്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരുപോലെ ഉപദ്രവക്കാരിയായ ഒരു മനുഷ്യനാണ്, ഒരു ചെറുപ്പക്കാരനാണ് ഈ അലൻ എന്നാണ് നാട്ടുകാർക്ക് ഏകകണ്ഠമായി സാക്ഷ്യപ്പെടുത്താനുള്ളത് എന്നുള്ളതാണ് ഇവിടുത്തെ പരമാർത്ഥം. അതുമാത്രമല്ല, ഇവർ ഉന്നയിക്കുന്ന ഈ പ്രശ്നം എന്തുകൊണ്ട് മയക്കുമരുന്ന് മാഫിയയ്ക്ക് ഇടം കൊടുക്കാൻ പോലീസ് ഇവരെ ഈ മയക്കുമരുന്ന് മാഫിയയെ സഹായിക്കുന്നു എന്നൊരു ചോദ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിന്റെ പിന്നാലെ ഈ അലനുണ്ടാക്കിയ മറ്റു പ്രശ്നങ്ങൾ സ്ത്രീകൾക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങളാണ്. സ്ത്രീകളെ ശല്യപ്പെടുത്തിയതിന്റെ പേരിലുള്ള കേസുകൾ അലന്റെ പേരിലുണ്ട്. എന്തൊക്കെയായാലും ഈ അലൻ എന്ന് പറയുന്ന ആൾ എപ്പോഴും നോർമൽ അല്ലാതെ നടക്കുന്ന ഒരാളായിട്ടാണ് നാട്ടുകാർ ഈ അലനെ പറ്റി വിലയിരുത്തുന്നത്. നമുക്ക് CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. ഈ കൊലപാതകവും അങ്ങനെ ഈ ലഹരിയിൽ നടത്തിയ ഒരു അക്രമമായിട്ടാണോ പോലീസ് കരുതുന്നത്? കാരണം നമുക്ക് കാണാൻ കഴിയും, ഈ അലൻ, പ്രതിയായിട്ടുള്ള അലൻ ഈ കടയിലേക്ക് എത്തുന്നു. പിന്നീട് യാതൊരു പ്രകോപനവുമില്ലാതെ ബിനോയ് സ്റ്റാൻലിയെ കഴുത്തിന് കുത്തുന്നുണ്ട്. പിന്നീട് ശരീരത്താകമാനം കുത്തി പരിക്കേൽപ്പിച്ച് മരണം ഉറപ്പിച്ച ശേഷം യാതൊരു കുറ്റബോധമോ ഭയമോ കൂടാതെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു പ്രതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലഹരിക്ക് അടിമയായിട്ടുള്ള പ്രതിയാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. ആ ലഹരിയുടെ അടിമത്തത്തിൽ നടത്തിയ, കഞ്ചാവ് ലഹരിയിൽ നടത്തിയ ഒരു കൊലപാതകമായിട്ട് തന്നെയാണോ ഇതിനെ കാണുന്നത്? അതോ മറ്റേതെങ്കിലും രീതിയിലുള്ള മുൻ വൈരാഗ്യം, അങ്ങനെ ഈ ബിനോയ് സ്റ്റാൻലിയോട് അങ്ങനെ ഒരു വൈരാഗ്യം ഉണ്ടായതായി ബന്ധുക്കളോ നാട്ടുകാരോ പറയുന്നുണ്ടോ ആജ്ഞ? ഈ അലനും ബിനോയ് സ്റ്റാൻലി അതിനു മുൻപ് ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുന്നുണ്ട്. അതിൽ ഞാൻ എന്ത് വേണം, ഞാൻ എന്ത് ചെയ്യണമെന്ന് ബിനോയ് സ്റ്റാൻലി ചോദിക്കുന്നത് വ്യക്തമാണ്. അതേ തുടർന്ന് അതിൽ നിന്ന് വ്യക്തമാണ് ഇവർ തമ്മിലുള്ള മുൻപുള്ള എന്തോ ഏർപ്പാടിൻ്റെയോ ഇടപാടിൻ്റെയോ പേരിലാണ് ആ സംഭാഷണം ഉണ്ടായത്. ഇത് വിലയിരുത്തിയായിരിക്കാം ഒരുപക്ഷെ പോലീസ് പറയുന്നത് മുൻവൈരാഗ്യത്തെ തുടർന്നാണ് അലൻ ബിനോയ് സ്റ്റാൻലിയെ കൊലപ്പെടുത്തിയത് എന്നൊരു കാര്യം കൂടി പറയുന്നത്. ഈ മുൻവൈരാഗ്യത്തെ തുടർന്നാണ് അലൻ. പക്ഷേ അലൻ അതിന് തയ്യാറെടുപ്പ് വന്നു. അതല്ലെങ്കിൽ ഈ പറയുന്ന മരിച്ച ആളെ കൊലപ്പെടുത്താനുള്ള തയ്യാറെടുപ്പോടെ വന്നു എന്നുള്ളതും ടോം സൂചിപ്പിച്ചതുപോലെ ഒരു കുറ്റബോധവുമില്ലാതെ നിർത്താതെ ആ മനുഷ്യനെ കുത്തി വീഴ്ത്തി അദ്ദേഹത്തിന്റെ മരണം ഉറപ്പിക്കുന്നത് വരെ ആ കുത്ത് തുടർന്നുകൊണ്ടേയിരുന്നു. എന്നിട്ടും യാതൊരു ഭാവഭേദവുമില്ലാതെ അയാളെ ആ കടയിലേക്ക് തള്ളിയിട്ടിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കടയിൽ ഒരാൾ വീട് കിടക്കുന്നത് കണ്ട ശേഷം നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിക്കുന്നതും ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും. ഇതിനിടയിൽ ജീവൻ രക്ഷിക്കാനുള്ള സമയം വൈകിപ്പോയിരുന്നു. രക്തം ഒരുപാട് വാർന്നു തന്നെയാണ്. അതുപോലെ കുത്തുകൾ അതിമാരകമായ രീതിയിലാണ് കത്തി ശരീരത്തിൽ മുറിവേൽപ്പിച്ചതെന്നാണ് പോലീസ് ഭാഷ്യം. ഈ ഒരു സാഹചര്യത്തിലാണ് ബിനോയ് സ്റ്റാൻലി കൊല്ലപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടോം, ഈ ആജ്ഞ നേരത്തെ സൂചിപ്പിച്ചു, നിരവധി കേസുകൾ പ്രതിയാണ് ഈ അലൻ എന്ന. അതായത് ലഹരി കേസുകളുണ്ട്, സ്ത്രീകളെ ശല്യപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ ഒരു 3 കേസുകളിൽ അധികം കേസുകളിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ കാപ്പ ചുമത്താം, ജയിലിലടക്കാം, അതല്ലെങ്കിൽ നാട് കടത്താം. അത്തരമൊരു നടപടി എന്തുകൊണ്ടാണ് ഈ പ്രതിക്കെതിരെ, അലനെതിരെ പോലീസ് ഇതുവരെയും സ്വീകരിക്കാതിരുന്നത്? ഇതേ പരാതി തന്നെയാണ് നാട്ടുകാർക്ക് ഉന്നയിക്കാൻ ഉള്ളത്. നിരവധി കേസുകളിൽ പ്രതിയായ ഒരാൾ, അത് പ്രത്യേകിച്ച് മയക്കുമരുന്ന് കേസിൽ പ്രതിയായ ഒരാൾ, സ്ത്രീകളെ ശല്യപ്പെടുത്തുന്ന കേസിൽ പ്രതിയായ ഒരാൾ നാട്ടുകാർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ സ്വതന്ത്രമായി വിഹരിക്കുന്ന ഒരു സാഹചര്യം പോലീസ് ഉണ്ടാക്കി കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇനിയും ഈ അലൻ മാത്രമല്ല, അവിടുത്തെ നിരവധി ചെറുപ്പക്കാർ ഇതിന്റെ ഒരു വലയിൽ അകപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ഇതിന്റെ ലഹരി മരുന്നിന്റെ ക്യാരിയർമാരാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഇനിയും
പോലീസ് ഇക്കാര്യത്തിൽ ഇത്തരത്തിലുള്ള മെല്ലെപ്പൊക്ക് നയം സ്വീകരിച്ചുകൂടാ. പോലീസ് തന്നെ ഇടപെട്ട് പോലീസ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കിയാൽ മാത്രമേ ഇതിന് നാടിന് സമാധാനം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരൂ എന്നാണ് ഈ നാട്ടുകാരുടെ ആരോപണം. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ രാത്രിയാണ് ഈ നടുക്കുന്ന കൊലപാതകമുണ്ടായത്. കടയിൽ കയറിയാണ് ബിനോയ് സ്റ്റാൻലി എന്ന യുവാവിനെ അക്രമിയായിട്ടുള്ള നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള അലൻ കുത്തി കൊലപ്പെടുത്തിയത്. അതിനുശേഷം രക്ഷപ്പെട്ട പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പോലീസിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് ബന്ധുക്കളും നാട്ടുകാരും ഉന്നയിക്കുന്നത്. കാരണം ഇത്തരം നിരവധി കേസുകളിൽ പ്രതിയായിട്ട് പോലും ഈ അലനെതിരെ യാതൊരു നടപടിയും പോലീസ് സ്വീകരിച്ചിരുന്നില്ല. ഇതുപോലെ ഈ ഫോർട്ട് കൊച്ചി അടക്കമുള്ള പ്രദേശങ്ങളിൽ ലഹരി സംഘങ്ങളും ഗുണ്ടാ സംഘങ്ങളും അഴിഞ്ഞാടുന്നു. പക്ഷേ ഇവർക്ക് സ്വൈരവിഹാരം അഴിഞ്ഞാടാനുള്ള സാഹചര്യം പോലീസ് ഒരുക്കുന്നുവെന്നാണ് നാട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ഈ സമീപകാലത്ത് നിരവധി ആക്ഷേപങ്ങളും പരാതികളുമാണ് ഉയർന്നു വന്നത്. നേരത്തെ ഒരു യുവതിയുടെ വയറ്റിൽ ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക കുടുങ്ങിയ സംഭവം, പിന്നീട് ICU പീഡനക്കേസ്, അങ്ങനെ നിരവധി പിഴവുകൾ വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടും ഈ വീഴ്ച വരുത്തിയവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ നമ്മുടെ ആരോഗ്യവകുപ്പോ അധികൃതരോ തയ്യാറായിരുന്നില്ല. വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്, പരാതിയാണ് ഉയർന്നു വരുന്നത്. മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയതായി പരാതി. കയ്യിലെ ശസ്ത്രക്രിയക്കെത്തിയ 4 വയസ്സുകാരിക്ക് നാവിൽ ശസ്ത്രക്രിയ നടത്തിയെന്നാണ് ആരോപണം. ചെറുവണ്ണൂർ സ്വദേശിയായ 4 വയസ്സുകാരിക്കാണ് നാവിൽ ശസ്ത്രക്രിയ നടത്തിയത്. ഡോക്ടർക്കെതിരെ പോലീസിൽ പരാതി നൽകിയെന്ന് കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ആശയവിനിമയത്തിലെ അപാകതയെന്നും വിശദീകരണമുണ്ട്. ഇന്ന് രാവിലെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. കൈക്ക് 6 വിരലുണ്ടായിരുന്നു, അതിലൊരു വിരൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോഴാണ് ഈ ഓപ്പറേഷൻ തിയേറ്റർ കൊണ്ടുപോയി പുറത്തേക്ക് എടുത്തപ്പോഴാണ് നാവിൻ്റെ ഇവിടെ ഓപ്പറേഷൻ ചെയ്തതിന് കണ്ടത്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് നാവിനാണ് ചെയ്തതെന്ന്. അപ്പോൾ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി ഓപ്പറേഷൻ മാറ്റി ചെയ്ത് കുട്ടിയും കൊണ്ട് കൊണ്ടുവന്നിട്ട് ഓപ്പറേഷൻ വാർഡിലേക്കാക്കി. പിന്നീട് നിങ്ങൾ എന്താണ് ചെയ്തത്? പിന്നെ അതാ സൂപ്രണ്ടിന് കംപ്ലൈൻറ്റ് കൊടുത്തത് അപ്പോൾ അങ്ങോട്ട് വന്നിട്ടുള്ളൂ. എന്താണ് സൂപ്രണ്ട് പറഞ്ഞത്? സൂപ്രണ്ട് പറഞ്ഞ ഡോക്ടർക്ക് നടപടി എടുത്തോളാം പറഞ്ഞു. അതുപോലെ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും വന്ന ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഡോക്ടർ എഴുതി കൊടുത്തത്. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഡോക്ടർ എഴുതി തന്നിക്കണ്. മൂപ്പര് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മൂപ്പര് സോൾവ് ചെയ്യാന്ന്. അതാ നിങ്ങളുടെ ആവശ്യം എന്താണ് ഇപ്പോൾ? ഇനിയിപ്പോൾ അന്നെങ്കിൽ ഇനി ആവശ്യം നനഞ്ഞ ഒരു കുട്ടിക്ക് ഇത് വരുന്നത് അങ്ങനത്തെ ഒരു ഇത് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ സർക്കാർ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ വരാൻ വരരുതെന്നാണ് ചെറിയ കുട്ടി. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് നാവിനതിനെ കൊണ്ട് വയറിനോ തലക്കോ കാണിച്ചാലേ ചെയ്തോണ് എന്ത് ചെയ്യും? കുട്ടിയുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയുണ്ട്? ആരോഗ്യം ഇപ്പം കുഴപ്പമില്ല. എന്താണ് ഡോക്ടറെ പുറത്താക്കണമെന്നാണ് നിങ്ങളുടെ ആവശ്യം? അതോ എന്തെങ്കിലും പുറത്താക്കണമെന്നല്ല, ഇനി മേലിൽ ഇങ്ങനെ ആവർത്തിക്കരുത് ഒരു ഡോക്ടർമാരും. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, ഇതൊരു ചെറിയ ഒരു ചികിത്സാ പിഴവായി കാണാൻ കഴിയില്ല. കാരണം ഒരു കയ്യിലെ ശസ്ത്രക്രിയയ്ക്ക് എത്തിയ 4 വയസ്സുള്ള കുട്ടിയുടെ നാവിൽ ശസ്ത്രക്രിയ നടത്തുന്നു. ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവ് തന്നെയാണ്. ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധം അവസാനിപ്പിക്കാൻ വേണ്ടി ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നൊക്കെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിന് മുൻപുണ്ടായിട്ടുള്ള പല അനുഭവങ്ങളും പരിശോധിച്ച് നോക്കിയാൽ, പല സംഭവങ്ങളും പരിശോധിച്ച് നോക്കിയാൽ ഈ വീഴ്ച വരുത്തിയവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അധികൃതർ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെയും അങ്ങനെ ഈ ഡോക്ടറെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കമായിരിക്കുമോ ഉണ്ടാകാൻ പോകുക? അങ്ങനെയാണെങ്കിൽ ഈ ബന്ധുക്കളുടെ തീരുമാനം എന്താണ്? ശക്തമായ ഒരു പരാതിയുമായി പോലീസിന് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനായിരിക്കുമോ അവരുടെ നീക്കം? തീർച്ചയായും ടോം, അങ്ങേയറ്റം അപകടകരമായ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഇടത് കൈവിരലുകളിൽ 6 വിരലുകളുള്ള കുട്ടിയുടെ ഒരു വിരൽ മാറ്റുന്ന ഒരു ശസ്ത്രക്രിയ നടത്തുന്നതിനായാണ് ഇന്ന് രാവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ ശസ്ത്രക്രിയ കഴിഞ്ഞ ശേഷം കുട്ടിയുടെ നാവിൻ്റെ താഴെ പഞ്ഞി ഇരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടാണ് കുടുംബം കയ്യിലേക്ക് നോക്കുന്നത്. അപ്പോൾ കയ്യിൽ ശസ്ത്രക്രിയ നടന്നിട്ടില്ല, വിരലുകൾ അതേ മാതിരി തന്നെയുണ്ട്. പക്ഷേ നഴ്സിനോട് ചോദിച്ചപ്പോൾ നാക്കിലാണ്
ശസ്ത്രക്രിയ നടത്തിയതെന്ന് അറിയിക്കുകയും ചെയ്തു. അപ്പോഴാണ് കുടുംബം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഇതിനുശേഷമാണ് സൂപ്രണ്ടിന് പരാതി നൽകുകയും ആശുപത്രി അധികൃതരുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ മറുപടി അല്ലെങ്കിൽ ഡോക്ടർ നൽകിയ വിശദീകരണം തനിക്ക് പറ്റിയ പിഴവാണ്, ഇതിൻ്റെ പേരിൽ കുട്ടിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി ഏറ്റെടുക്കുന്നു എന്നാണ്. മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇതിനകത്തുണ്ട്. കാരണം 2-3 കുട്ടികളെ അല്ലെങ്കിൽ ഒരു പറ്റം കുട്ടികളെയാണ് ശസ്ത്രക്രിയക്ക് ഇന്ന് വിധേയമാക്കാൻ ഉണ്ടായിരുന്നത്. ഈ കുട്ടിയുടെ ശസ്ത്രക്രിയക്ക് തൊട്ടു പിന്നാലെ വരുന്ന കുട്ടിയുടെ ശസ്ത്രക്രിയ നാവിനായിരുന്നു. ആ ശസ്ത്രക്രിയക്കുള്ള പ്രിസ്ക്രിപ്ഷൻ ഈ കുട്ടിയുടെ ഈ കുറിപ്പടിയിൽ എഴുതി എന്നാണ് സംശയം വരുന്നത്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിയപ്പോൾ ഈ കുട്ടിയുടെ ഈ കുറിപ്പടി അനുസരിച്ച് നാവ് പരിശോധിക്കുന്നു. അപ്പോൾ നാവിന് ചെറിയ തകരാറുകൾ, അതായത് 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് വരാവുന്ന ചില സംസാര വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഈ കുട്ടിക്കുണ്ടെന്ന് ഡോക്ടർ കാണുന്നു. ആ കുട്ടിയുടെ പ്രശ്നം നാവിനാണെന്ന് കരുതി ശസ്ത്രക്രിയ നടത്തുകയും ചെയ്യുന്നു. അതിൻ്റെ യഥാർത്ഥം ചെയ്യേണ്ട കയ്യിൽ ശസ്ത്രക്രിയ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥ. എന്തായാലും കുടുംബവുമായി പിന്നീട് ചർച്ചകൾ നടത്തി കുട്ടിയുടെ ആരോഗ്യനില കുഴപ്പമൊന്നുമില്ല, സംസാരിക്കുന്നുണ്ട്, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ കുടുംബം ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ ആശുപത്രി അധികൃതർ നൽകിയ പരാതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ മറ്റു പരാതികൾ നൽകുന്നില്ലെന്ന് അറിയിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് പോലീസിൽ പരാതി നൽകുമെന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്ന ഒരു കാഴ്ചയും കാണാം. ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരന്തരം ഇത്തരം പരാതികൾ ഉയരുന്നൊരു സ്ഥലമാണ്. എന്താണ് നിങ്ങൾ ഇപ്പോൾ ഈ പ്രതിഷേധത്തിനുള്ള കാരണം? ഞങ്ങൾ ഈ കുട്ടിയുടെ രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. 4 വയസ്സുള്ള കുട്ടിയാണ്. ഈ കുട്ടിക്ക് 6ാമത്തെ വിരലുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയക്കാണ് ഈ കുട്ടി വന്നത്. പക്ഷെ നാവിനാണ് ശസ്ത്രക്രിയ നടത്തിയത്. പിന്നെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആ വീഴ്ച വരുത്തിയ ഡോക്ടർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സാധാരണ ഡോക്ടറല്ല, സീനിയർ ഡോക്ടറാണ് ശസ്ത്രക്രിയ നടത്തിയത്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നതുവരെ ശക്തമായിട്ടുള്ള സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് ഈ ഡോക്ടർമാർ പറയുന്നത്. ഒപ്പം മാപ്പ് എഴുതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ തങ്ങളുടെ ഭാഗത്തൊന്നും പറ്റിയ പിശകാണ്. ഞങ്ങളിപ്പം കുട്ടിയുടെ ഉമ്മയായി സംസാരിച്ചു. കുട്ടിക്ക് ഇപ്പോൾ സംസാരിക്കുമ്പോൾ വലിയ വേദനയുണ്ട്, പിന്നെ സംസാരിക്കാൻ കുട്ടിക്ക് പറ്റുന്നില്ല. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. എന്താണ് ആവശ്യപ്പെടുന്നത്? ഡോക്ടർക്കെതിരെ കർശന നടപടി വേണം. ഞങ്ങൾ സൂപ്രണ്ടുമായി ഇപ്പം ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. സൂപ്രണ്ട് മറ്റാളുകളുമായി ആലോചിച്ചിട്ട് നടപടി എടുക്കുന്നതിനെ പറ്റി അറിയിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കോഴിക്കോട് മാത്രം സ്ഥിരമായി ഇങ്ങനെ പ്രശ്നങ്ങളാണല്ലേ ഈ വയറ്റിൽ ഈ അർശനവുമായി ബന്ധപ്പെട്ട വിഷയം, രോഗികൾക്കിടെ പീഡനം ഉണ്ടായ വിഷയം, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നിരന്തരമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഈ വീഴ്ചയ്ക്ക് ഉത്തരവാദിത്തം മറുപടി പറയേണ്ടത് ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടുന്നത്. ടോമിതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധം നടത്തുന്ന അനീഷ്, ഇപ്പോൾ ആരോഗ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ 4 വയസ്സുകാരിക്ക് ശസ്ത്രക്രിയ പിഴവ് സംഭവിച്ചെന്ന പരാതിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതൊരു പ്രഹസനമായിരിക്കുമോ? കാരണം ഇതിന് മുൻപുണ്ടായിട്ടുള്ള ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലടക്കം പലപ്പോഴും ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ചികിത്സാ പിഴവൊക്കെ ഉണ്ടായപ്പോഴും അവരെ വീഴ്ച വരുത്തിയവരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പും സ്വീകരിച്ചത്. ഇവിടെ പക്ഷേ ഇപ്പോൾ ഈ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നൊരു തോന്നലായിരിക്കുമോ മന്ത്രി അടിയന്തരമായി വിഷയത്തിൽ ഇടപെടാനുള്ള സാഹചര്യം? അനീഷ്, തീർച്ചയായും മുമ്പും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. ഹർഷീനയുടെ പ്രശ്നങ്ങളുമായി, കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവവുമായി ബന്ധപ്പെട്ട് ICU പീഡനവുമായി ബന്ധപ്പെട്ടൊക്കെ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടന്നെങ്കിലും അതൊന്നും നമുക്കിപ്പോൾ പോലീസിന്റെ നടപടി ഉണ്ടാകുന്നു. ഈ പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കാഴ്ചകളിലേക്ക് പോകാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ ഡോക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ ഈ ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാകും വരെയും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരുന്നത്. പക്ഷേ വളരെ സമാധാനപരമായി സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. MS അനീഷ് കുമാറിലേക്ക് വീണ്ടും. അനീഷ്, ഏതാനും പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. വളരെ സമാധാനപരമായി സമരം ചെയ്യുകയായിരുന്നു അവർ. ഏത് സാഹചര്യത്തിലാണ് പോലീസ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്? ഡോക്ടർ
പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ സമാധാനപരമായി ഈ MCHന്റെ ഫ്രണ്ടിൽ മുൻവശത്ത് സമരം ചെയ്യുകയായിരുന്നു. അവർ വലിയ മുദ്രാവാക്യം വിളികളൊന്നും നടത്തുന്നുമില്ലായിരുന്നു. പക്ഷേ അവരെ സ്ഥലത്തു നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരോഗ്യവകുപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പ്രഖ്യാപിച്ച ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ആശുപത്രി സൂപ്രണ്ട് തന്നെ പ്രിൻസിപ്പലിനോട് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. ഒരു പ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് കയറ്റുന്നു. വലിയ രോഷാകുലനായി ഈ സംഭവത്തോട് അദ്ദേഹം പ്രതികരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. മറ്റു പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള കർഷക സമരത്തിലൊക്കെ വലിയ മുൻകൈ എടുത്ത ദിനേശ് പെരുമണ്ണയെ, കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കുക. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കുക. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കുക. വീണ ജോർജ് രാജിവെക്കുക. ഡോക്ടറെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യുക, ഒപ്പം ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കുക എന്നീ ആവശ്യങ്ങളാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളായി ഉയർത്തുന്നത്. അവരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് നീക്കിക്കഴിഞ്ഞിരിക്കുന്നു. ആശുപത്രി പരിസരമായതുകൊണ്ട് തന്നെ അധിക നേരം പ്രതിഷേധം അനുവദിക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാടിലേക്ക് പോലീസ് എത്തുകയും ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയുമായിരുന്നു. എന്തായാലും വലിയ പ്രതിഷേധ പരിപാടികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ഉയർത്തുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. നമുക്കറിയാം, നേരത്തെ ICU പീഡനവുമായി ബന്ധപ്പെട്ടും ഒപ്പം ഈ ഹർഷീനയുടെ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്തിരി കുടുങ്ങിയ സംഭവവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങൾ, വലിയ സമര പരമ്പരകളൊക്കെ വരുന്ന സ്ഥലമാണ് കോഴിക്കോട്. അതുകൊണ്ട് ഈ വിഷയത്തിലും ഡോക്ടറെ സസ്പെൻഡ് ചെയ്തില്ലെങ്കിൽ വലിയ ബഹുജന പ്രക്ഷോഭം ആശുപത്രിയിലേക്ക് നടത്തും. ഒപ്പം മന്ത്രി വീണ ജോർജ് അടിയന്തരമായി സ്ഥാനത്തു നിന്നും രാജിവെക്കുക. ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും ക്രമക്കേടുകളുടെ വാർത്തകളും വീഴ്ചകളുടെ വാർത്തകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരോഗ്യമന്ത്രി രാജിവെക്കുക എന്ന ആവശ്യവും കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നു. വലിയ സമര പരിപാടികൾ, സമര പരമ്പരകൾ ഇനി വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരംഭിക്കും എന്നാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മുന്നറിയിപ്പ് നൽകുന്നത്. കേട്ടോ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ വീഴ്ചയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇപ്പോൾ പ്രതിഷേധിച്ച മെഡിക്കൽ കോളേജിന് മുന്നിൽ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ട്. ഈ കുട്ടി 4 വയസ്സുകാരിയുടെ അവയവം മാറി, അതായത് കയ്യിലെ ശസ്ത്രക്രിയയ്ക്ക് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട്. ഇതോടൊപ്പം കഴിഞ്ഞ രാത്രിയിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഒരു രോഗി മരിച്ചത് ചികിത്സാ പിഴവിനെ തുടർന്നെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരുന്നു. വലിയ പ്രതിഷേധമാണ് ഇന്നലെ അർദ്ധരാത്രിയിൽ മെഡിക്കൽ കോളേജിൽ ഉണ്ടായത്. ആ വാർത്ത കൂടി പരിശോധിക്കണം ഇടവേള കഴിഞ്ഞ്. ഉയർന്ന നിലവാരമുള്ള സ്പോട്ട് ലൈവ് തുടരുന്നു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ മൃതദേഹവുമായി അർദ്ധരാത്രിയിൽ ബന്ധുക്കളുടെ പ്രതിഷേധം. 70-കാരി ഉമൈബ മരിച്ചത് ആശുപത്രിയുടെ അനാസ്ഥ മൂലമെന്നാണ് ആരോപണം. പനി ബാധിച്ച ഉമൈബ ന്യൂമോണിയയായി ഗുരുതരാവസ്ഥയിലായത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചതിന് ശേഷമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ന്യൂമോണിയ മൂർച്ഛിച്ചതിനെ തുടർന്ന് ചൊവ്വാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ഇന്നലെ വൈകിട്ട് മരണം സംഭവിച്ചിരുന്നു. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. കാല് പിടിച്ച് പറഞ്ഞിട്ട് പോലും ഒരു മനുഷ്യത്വം കാണിച്ചില്ല. ഒരു മനുഷ്യനോട് മിനിമം കാണിക്കേണ്ട പരിഗണന കാണിച്ചില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരായിട്ടല്ല ഞാൻ സംസാരിക്കുന്ന. ഇത് ഇവിടെ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ നിൽക്കുന്ന പല രാഷ്ട്രീയത്തിൽപ്പെട്ടവരാ. രാഷ്ട്രീയത്തിന്റെ വിഷയമല്ല ഈ സംസാരിക്കുന്നത്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ രാഷ്ട്രീയം ഒന്നും ഇതിന്റെ മേലെ എടുത്ത് കെട്ടുകയും വേണ്ട. ഇവിടെ ഉമ്മാനെ കൊണ്ടുവന്ന് പനിയുമായിട്ട് കൊണ്ടുവന്ന ഉമ്മയുടെ പനി കൂടിയിട്ട് അത് ന്യൂമോണിയ ആയിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എന്താ ഇവിടെ ചെയ്യേണ്ടത്? 24 ദിവസമോ 3 പ്രാവശ്യമായിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്ത്. ഇവിടെ മെഡിസിൻ ഡോക്ടർ വളരെയധികം മിസ്ബിഹേവ് എന്നോട് ചെയ്തത്, അക്രമമാണ് ചെയ്തത്. ആരെ നോക്കണം, എപ്പോ നോക്കണമെന്നൊക്കെയാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത്.
നട്ടലൂറ്റി പരിശോധിക്കാൻ സൂപ്രണ്ട് വിളിച്ച് പറഞ്ഞപ്പോ ഇവിടുത്തെ പീജി ചോദിക്കാൻ എന്താണെന്നറിയാമോ? 7 സൂപ്രണ്ട്, ആരെ നോക്കണം, എപ്പോ നോക്കണം, ഞങ്ങൾ തീരുമാനിച്ചോളാം. സാധാരണക്കാരോട് ഇതാണ് പറയണ്ട. 24 ദിവസം ഞാൻ ഈ ഹോസ്പിറ്റലിലെയും ഇവിടുത്തെ ഡോക്ടർമാർ, ഞാൻ സാറിനോട് സംസാരിക്കാം. ഇല്ല സാറേ, ഞാൻ ഇവിടെ വന്നിട്ട് എന്റെ ഉമ്മയെ 3 പ്രാവശ്യം അഡ്മിറ്റ് ചെയ്തു. ഈ ഹോസ്പിറ്റലിനെയും ഇവിടുത്തെ ഡോക്ടർമാരെയും അടിയുറച്ച് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്റെ മുഖം ഇവിടെ പല സ്റ്റാഫിനും അറിയാം, പല പേഷ്യൻസിനും വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് ഓടുന്നതാണ്. ആ എന്റെ ഉമ്മയാണ് കിടക്കുന്നത്. ഞാൻ ഇവിടെ ഇരിക്കും, സൂപ്രണ്ട് ഇവിടെ വന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കണം. HOD അമ്പിളി മേഡം ഒരു പ്രാവശ്യം പോലും എന്റെ ഉമ്മായെ വന്ന് നോക്കിയില്ല. തികഞ്ഞ അവഗണനയും അനാസ്ഥയും എന്ന് പറയുന്ന 2 കൊടും കുറ്റങ്ങൾ കൊണ്ടാണ് എന്റെ ഉമ്മ. ഇത് ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്ന ഈ സെക്യൂരിറ്റിമാരുടെ ഉൾപ്പെടെ വീട്ടിലുള്ള ആളുകൾക്ക് ഒരു വയ്യാഴിക വന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന് മര്യാദക്കുള്ള ചികിത്സ പലപ്പോഴും കിട്ടാറില്ല. ഞാൻ ഇവിടെ ഈ 1 മാസം ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരണ്യ, ഇത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരൊറ്റപ്പെട്ട സംഭവമല്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചികിത്സാ വീഴ്ചകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ആശുപത്രി കൂടിയാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ്. ഈ സമീപ ദിവസങ്ങളിൽ തന്നെ ഇത്തരം നിരവധിയായിട്ടുള്ള ചികിത്സാ പിഴവുകളുടെ വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ ഉമൈബയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ബന്ധുക്കൾ മകനടക്കം ഉന്നയിക്കുന്നത്. എന്താണ് ഇന്നലെ അവിടെ സംഭവിച്ചത്? അതിനുശേഷം അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ടല്ലോ. ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന ഒരു ആശുപത്രിയാണ്. പ്രത്യേകിച്ച് ആലപ്പുഴയുടെ ഒരു പൊതു സാഹചര്യം കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അതായത് ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയായി ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഏക സ്ഥാപനം എന്ന് പറയുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജാണ്. കാരണം ട്രോമാ കെയർ അടക്കം എല്ലാ വിഭാഗങ്ങളിലുമുള്ള സംവിധാനങ്ങളുള്ള ഒരു ആശുപത്രി എന്നുള്ള രീതിയിലാണ് നമ്മൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ നോക്കിക്കാണേണ്ടത്. അത് ആ രീതിയിൽ നോക്കിക്കാണുന്നത് മാത്രമല്ല, വേറെ ഒരു ചികിത്സയ്ക്കായി പോകണമെങ്കിൽ, ഒരു നല്ല ആശുപത്രി തേടണമെങ്കിൽ എറണാകുളം ജില്ല അടക്കം എത്തേണ്ട ഒരു സാഹചര്യം നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ കോട്ടയത്തേക്ക് നമ്മൾ പോകേണ്ടി വരുന്നു. ഈ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ സാധാരണക്കാരായ തീരദേശത്ത് നടക്കമുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയിലാണ് നിരന്തരം ഇത്തരം ചികിത്സാ പിഴവുകളും ആരോപണങ്ങളും ഒപ്പം തന്നെ മരണങ്ങളും സംഭവിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിന് സമാനമായൊരു സംഭവം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ്, ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് പ്രസവത്തിനെ തുടർന്ന് അവിടെ നിന്നും അണുബാധ ഉണ്ടായി എന്ന് കരുതുന്ന യുവതി ആ അണുബാധയ്ക്ക് ചികിത്സിക്കാനായി ഈ ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് അണുബാധ ഉണ്ടായതെന്നാണ് കുടുംബം പറയുന്നത്. തുടർന്ന് അണുബാധയ്ക്ക് ചികിത്സിക്കാനായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലേക്ക് വരികയും ആ ആശുപത്രിയിൽ വെച്ച് തന്നെ അവരെ ICUവിലായിരുന്ന ആ യുവതിയെ പിന്നീട് അവരെ പൂർണ്ണമായ രോഗം ഭേദമാകാതെ അവരെ ICUവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റുകയും രോഗാവസ്ഥ മൂർച്ഛിച്ച് ഷിബിന എന്ന കരൂർ സ്വദേശിനിയായ യുവതി മരിക്കുകയും ചെയ്തു. ഒരു നവജാത ശിശുവിന് അമ്മ നഷ്ടപ്പെട്ടു. 2 ചെറിയ കുട്ടികൾക്ക് അമ്മ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സംഭവം നടന്ന ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് ഇപ്പോൾ അടുത്ത കേസ്, ഈ ഉബൈമയുടെ കേസുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ 70കാരി ചികിത്സ തേടിയിട്ടുള്ളത് കഴിഞ്ഞ 25 ദിവസമായി വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്ന ആളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പനി ബാധിതയായി എത്തി, ന്യൂമോണിയ ബാധിതയായല്ല, പനി ബാധിതയായാണ് അവർ ആശുപത്രിയിലേക്ക് എത്തുന്നത്. പനി ബാധിച്ചെത്തിയ ആ സ്ത്രീക്ക് പിന്നീട് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ന്യൂമോണിയ ബാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ചികിത്സ കൊണ്ട് എത്രമാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് പരിശോധിക്കുകയാണെങ്കിൽ ഈ കുടുംബം, അതായത് ഇവരുടെ ഇപ്പോൾ ഈ പ്രതിഷേധിച്ച കുടുംബാംഗങ്ങൾ നമ്മളെ ബന്ധപ്പെടുകയും തങ്ങളുടെ അമ്മയ്ക്ക് വേണ്ട രീതിയിൽ ചികിത്സ ലഭ്യമാകുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നീട് ഇവർ തന്നെ ഈ വിഷയം പറയുകയും ഇവർ പ്രതിഷേധിക്കുകയും ചെയ്തതിനെ തുടർന്ന് അവിടുത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് ഇവരെ മാറ്റുന്നു. ഒപ്പം തന്നെ കുടുംബം ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് ICUവിലേക്ക് മാറ്റുകയും ചെയ്യുന്നത്. അവിടെ ICUവിൽ പ്രവേശിപ്പിച്ച് ഒറ്റ ദിവസത്തിനുള്ളിൽ തന്നെ ഡിസ്ചാർജ് ചെയ്ത് അവിടുന്ന് റെഫർ ചെയ്ത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാനാണ് പറയുന്നത്. ആ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തി ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ആ അമ്മ മരണപ്പെട്ടു എന്നുള്ളതാണ്. ഇന്നലെ മക്കളും ഒപ്പം തന്നെ ആ പ്രദേശം അമ്പലപ്പുഴയിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ഈ ആശുപത്രിയെ സംബന്ധിച്ച് പരാതി ഉന്നയിച്ച് മടുത്ത ആളുകളാണ്. അങ്ങനെ പ്രതിഷേധിച്ച് നാട്ടുകാരും കൂടെ ചേർന്നാണ് രാത്രി 11 മണിയോടുകൂടി അവരുടെ മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് ആംബുലൻസിൽ നിന്ന് ഇറക്കി വെച്ച് മകൻ ഉൾപ്പെടെ നിന്ന് അമ്മയുടെ മൃതദേഹവുമായി പ്രതിഷേധിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. തുടർന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് എത്തി. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത്
ഈ പേഷ്യന്റിന് ന്യൂമോണിയ ബാധിക്കുന്ന രീതിയിൽ ആ PG ഡോക്ടർമാരുടെ അനാസ്ഥ മൂലമാണ് പനിയിൽ നിന്നത് ന്യൂമോണിയയിലേക്ക് മാറിയത്. മാത്രമല്ല ന്യൂമോണിയ ബാധിച്ച ഘട്ടത്തിൽ നട്ടെല്ല് കുത്തി അത് പരിശോധനയ്ക്ക് അയക്കുന്നതിന് വേണ്ടി ഫ്ലൂയിഡ് എടുത്ത് പരിശോധനയ്ക്ക് അയക്കുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നിർദ്ദേശം നൽകിയിട്ട് പോലും ആ ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർമാർ തയ്യാറായില്ല എന്നുള്ള ആരോപണം അവർ ഉന്നയിക്കുന്നു. മാത്രമല്ല അത് ഇന്നലെ ആ സൂപ്രണ്ട് നിർത്തിക്കൊണ്ട് തന്നെ ആ കുടുംബാംഗങ്ങൾ ആ ചോദ്യം ചെയ്ത ദൃശ്യങ്ങൾ നമുക്ക് കാണാമായിരുന്നു. സാറ് പറഞ്ഞിട്ട് പോലും അത് ചെയ്യാൻ അവർ തയ്യാറായില്ലല്ലോ എന്ന് അവർ ചോദ്യം ഉന്നയിക്കുമ്പോൾ മറുപടി പറയാത്ത മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെയാണ്, ഡോക്ടർ അബ്ദുൽ സലാമിനെയാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ ഈ ജനറൽ മെഡിസിൻ വിഭാഗത്തിന്റെ കാരണം ഇതിനു മുൻപ് ശരണ്യ സൂചിപ്പിച്ചതുപോലെ മുൻപുണ്ടായിട്ടുള്ള പല ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട മരണങ്ങൾ പരിശോധിച്ചു നോക്കിയാലും അവിടേക്ക് ഈ ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു ആശുപത്രി സൂപ്രണ്ട് അടക്കം സ്വീകരിച്ചത്. ഇവിടെയും ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിശദീകരണം ലഭ്യമായിട്ടുണ്ടോ? പ്രത്യേകിച്ചും ഈ 70-കാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അവർ ശരിവെക്കുന്നുണ്ടോ അതോ നിഷേധിക്കുകയാണോ? ടോമെ, ഉമൈബയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് രാത്രി 1 മണിക്ക് ആ സ്ഥലത്തെത്തി പുലർച്ചെ അവരെ അനുനയിപ്പിച്ച് അന്വേഷിക്കാം, അത് അന്വേഷണത്തിന് ഉത്തരവിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ആ ആളുകൾ പിരിഞ്ഞു പോകാനായി തയ്യാറാവുകയും മൃതദേഹം അവർ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും സംസ്കാര നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അമ്പിളി എന്നുള്ള ഡോക്ടർക്കാണ് കേസ് ഷീറ്റിൽ അമ്പിളി എന്ന ഡോക്ടറുടെ സീനിയർ ഡോക്ടറുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. പക്ഷേ ആ രേഖപ്പെടുത്തിയ പേര് അമ്പിളിയാണ് ഇവരെ ചികിത്സിക്കുന്ന ഡോക്ടർ എന്നുള്ളതിൽ അവരുടെ അണ്ടറിലാണ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ പോലും ആ പേഷ്യന്റിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്, അതായത് ബന്ധുക്കൾ പറയുന്നത്. അതായത് സീനിയർ ഡോക്ടറുടെ പേര് കേസ് ഷീറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആ ഡോക്ടർ കണ്ടിട്ടില്ല, മറിച്ച് സ്റ്റുഡൻസ് ആണ് ഇവരെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ അലംഭാവത്തോടെ കൈകാര്യം ചെയ്തതുകൊണ്ടാണ് ഈ ഒരു സാഹചര്യം മോശമായത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ടോം ചോദിച്ച മറ്റൊരു വിഷയം, അതായത് ഈ നിരന്തരം വരുന്ന കേസുകളിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത്. നമുക്ക് ഷിബിനയുടെ കേസ് എടുക്കാം. അമ്പലപ്പുഴയിൽ അൻസറിന്റെ ഭാര്യയായ ഷിബിന ഇതുപോലെ തന്നെ അവിടെ മരണപ്പെടുകയും ഈ അണുബാധയെ തുടർന്ന് എത്തുകയും പിന്നീട് ICUവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റി, അതായത് ഷിബിനയുടെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങൾ മുഴുവൻ പഴുത്തു പോകുന്ന സാഹചര്യത്തിലാണ് ഷിബിന ആശുപത്രിയിലേക്ക് എത്തുന്നത്. ഒരു പ്രസവത്തിനായി വന്ന സ്ത്രീയാണ്. അതിനുശേഷം ഇവരുടെ ശരീരത്തിൽ നിന്ന് ഇവർ ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഇവരെ ജനറൽ വാർഡിലേക്ക്, അതായത് ആളുകൾ എത്തുന്നതിന്റെ ഒരു എണ്ണം വളരെ കൂടുതലാണ്, പ്രയോറിറ്റി ഭയങ്കരമാണ്. അതിനനുസരിച്ച് മാത്രമേ ആളുകളെ ICUവിലേക്ക് പ്രവേശിപ്പിക്കുകയോ ഒക്കെ ചെയ്യുകയുള്ളൂ. അങ്ങനെ ഷിബിന പുറത്തേക്ക് വരുന്നു. രണ്ടാമത്തെ ദിവസം ഷിബിന കുടഞ്ഞു വീണ് മരിക്കുകയുമാണ് ചെയ്യുന്നത്. അതായത് പിന്നീടുള്ള പരിശോധനയിൽ അകത്ത് ട്യൂബിട്ട് പരിശോധിച്ചപ്പോൾ അവിടെ പിന്നെയും സ്രവങ്ങളും പഴുപ്പും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിലൊന്നും ഒരു മറുപടി നൽകാനോ ഈ രോഗിയുടെ സാഹചര്യം മനസ്സിലാക്കാതെയാണോ വാർഡിലേക്ക് മാറ്റിയത് എന്നുള്ള ചോദ്യത്തിന് ആ കുടുംബത്തിനും 2 കുഞ്ഞുങ്ങൾക്കും മറുപടി നൽകാനോ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിനോ വകുപ്പിനോ കഴിഞ്ഞിട്ടില്ല. ആ സംഭവത്തിൽ അന്വേഷണം നടക്കുമ്പോഴാണ് ഉമൈബയുടെ കേസ് ഉണ്ടാകുന്നത്. ഇതിലൊക്കെ ഒരു പൊതു ഫോർമാറ്റ് ഉണ്ട്. അതായത് മെഡിക്കൽ ബോർഡ് കൂടി അവർ എടുക്കുന്ന തീരുമാനം കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ ഡോക്ടർമാർക്കെതിരെയോ അല്ലെങ്കിൽ ചികിത്സാ പിഴവോ ഈവൻ FIR ഇടുന്ന കേസിൽ പോലും അത്തരത്തിൽ ഒരു തീരുമാനം, അവരുടെ മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. നിർഭാഗ്യവശാൽ ഇന്ന് വരെ ഈ മെഡിക്കൽ ബോർഡ് കൂടുന്നതിനകത്ത് ആ ആളുകൾക്ക് ഒരു സാധാരണ ജനത്തിന്, പരാതി ഉന്നയിക്കുന്ന സാധാരണ ജനത്തിന് നീതിപൂർവമായ ഒരു അന്വേഷണമോ അല്ലെങ്കിൽ ഒരു കണ്ടെത്തലോ ഈ മെഡിക്കൽ ഡോക്ടർമാർ, ബഹുഭൂരിപക്ഷം വരുന്ന ഡോക്ടർമാർ അടങ്ങുന്ന സമിതിയിലെ ഈ മെഡിക്കൽ ബോർഡിന് അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് തന്നെ നമ്മൾക്ക് മുന്നിലേക്ക് വിശദീകരിക്കട്ടെ. എത്ര കേസുകൾ കണ്ടെത്തി നമുക്കറിയാലോ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലടക്കം അത്തരത്തിൽ കത്രിക അകത്തേക്ക് വെച്ച് തുന്നുന്ന സാഹചര്യം ഉണ്ടായിട്ടും അതിനകത്ത് ആ സ്ത്രീക്ക് എത്രമാത്രം സ്ട്രഗിൾ ചെയ്ത് സമരം ചെയ്യേണ്ടി വന്നു ആ കാര്യങ്ങൾ കുറച്ചെങ്കിലും മുൻപോട്ട് പോകാൻ. അത് അങ്ങനത്തെ സാഹചര്യങ്ങൾ, അത്ര ഗുരുതരമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും എടുക്കുന്ന നടപടി എന്താണെന്ന് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഈ കേസുകളിലെല്ലാം വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത ജനറൽ ആശുപത്രിയിൽ ബയോപ്സി എടുക്കാനായി വന്ന സ്ത്രീയുടെ യൂട്രസിനകത്ത് ആസിഡ് വീണ് പൊള്ളിയ സംഭവം, ആ സംഭവത്തിലും മെഡിക്കൽ ബോർഡ് കൂടി. ആ മെഡിക്കൽ ബോർഡ് എന്ത് അന്വേഷണ റിപ്പോർട്ടാണ് വെച്ചതെന്ന് ഇതുവരെ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഡോക്ടർമാരെ സേവ് ചെയ്യുന്ന ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് മറ്റെന്തെങ്കിലും ഒരു സംവിധാനം, ഒരു അന്വേഷണമോ ഒരു നീതിയോ നീതിപൂർവമായ ഇടപെടലുകളോ ഉണ്ടായിട്ടുള്ളതായി നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും പതിവ് വഴിപാട് പോലെ തന്നെ ആരോഗ്യ വകുപ്പ് ഈ കേസിലും അന്വേഷണത്തിന് ഉത്തരവിടുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ടോം.
അല്പമെങ്കിലും ഉത്തരവാദിത്ത ബോധമുണ്ടെങ്കിൽ ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണം. ഈ ഒരു 12 മണിക്കൂറിനിടെ കേരളത്തിലെ 2 പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിലാണ് ചികിത്സാ പിഴവുകൾ എന്ന ഗുരുതരമായിട്ട് ഉള്ള ആരോപണം ഉയർന്നത്. ഒരിടത്ത് 70കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നു, മറ്റൊരിടത്ത് ഒരു 4 വയസ്സുള്ള കുഞ്ഞിൻ്റെ അവയവം മാറി ശസ്ത്രക്രിയ നടത്തുന്നു. ഇതുപോലെ എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുന്നത്, ചികിത്സാ വീഴ്ചകൾ ഉണ്ടാകുന്നതെന്ന് പരിശോധിച്ച് നോക്കിയാൽ ഈ ഡോക്ടർമാരെ സംരക്ഷിക്കാൻ, വീഴ്ച വരുത്തുന്ന ആരോഗ്യ പ്രവർത്തകരെയും സംരക്ഷിക്കാൻ നമ്മുടെ ഭരണകൂടവും ആരോഗ്യ വകുപ്പുമൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ് വീണ്ടും ഇവർക്ക് ഇത്തരം വീഴ്ചകൾ ഉണ്ടാകാനുള്ള കാരണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശക്തമായ നടപടിയാണ് കോഴിക്കോട്ടെയും ആലപ്പുഴയിലെയും ചികിത്സാ പിഴവുകളിൽ ഡോക്ടർമാർക്കെതിരെ സ്വീകരിക്കേണ്ടത്. ഇതോടൊപ്പം ഏറെ ഞെട്ടലുളവാക്കിയ മറ്റ് 2 വാർത്തകൾ കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. സംസ്ഥാനത്ത് TTമാർക്ക് നേരെ വീണ്ടും ആക്രമണം. ബംഗളൂരു കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിലെയും ചെന്നൈ മെയിലിലെയും TTമാർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഒറ്റപ്പാലത്തും വടകരയിലും വെച്ചായിരുന്നു ആക്രമണം. ഐലൻഡ് എക്സ്പ്രസിലെ TTയെ ആക്രമിച്ച കേസിൽ കൊല്ലം സ്വദേശി അശ്വിൻ, സുഹൃത്ത് ആഷിഖ് എന്നിവരെയും ചെന്നൈ മെയിലിലെ TTയെ കയ്യേറ്റം ചെയ്തതിന് ആൻഡമാൻ സ്വദേശി മധുസൂദനെയും അറസ്റ്റ് ചെയ്തു. നവമി ദിനേശ് ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, നമുക്കറിയാം ഈ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ്, 1 മാസം മുൻപാണ് TT വിനോദിൻ്റെ മരണം. വിനോദിനെ അതിഥി തൊഴിലാളി ക്രൂരമായി മർദ്ദിച്ചു പിന്നീട് ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം കഴിഞ്ഞ ദിവസവും ഇതേ രീതിയിൽ തന്നെ TTക്ക് നേരെ ആക്രമണമുണ്ടായി. അവിടെയൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതിനെ തുടർന്നായിരുന്നു ആക്രമണം. ഈ 2 സംഭവം, ഇന്ന് ഒറ്റപ്പാലത്തും വടകരയിലും ഉണ്ടായ 2 സംഭവത്തിൻ്റെയും കാരണം ഈ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണോ ഈ TTമാർക്ക് നേരെ ആക്രമണം ഉണ്ടായത്? നവമി, ടോം, ഈ TTമാർക്ക് നേരെയുള്ള ആക്രമണം തുടർക്കഥയാകുന്ന ഒരു സംഭവമാണ്. ഇന്ന് 2 ട്രെയിനുകളിലാണ് ഇത്തരത്തിൽ TTമാർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിനോദിന്റെ മരണമുണ്ടാക്കിയ ഞെട്ടല്, അതിനുശേഷം ഈ TTമാരടക്കം ന്യൂസ് 18നോട് പ്രതികരിച്ചതായിരുന്നു. തങ്ങൾക്ക് നേരെ ഇത് മാധ്യമങ്ങളിൽ വാർത്ത വരാത്ത എത്രയോ സംഭവങ്ങൾ ദിനവും ഞങ്ങൾ നേരിടുന്നുണ്ട്, അതും വനിതാ TTമാരുൾപ്പെടെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഈ യാത്രക്കാർ പലപ്പോഴും പെരുമാറുന്നത് എന്നൊക്കെ അവർ മാധ്യമങ്ങളിലൂടെ വന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. എങ്കിൽ പോലും അത് കഴിഞ്ഞൊരു 2 മാസം പോലും ആയിട്ടില്ല. അതിനിടയിൽ ഇത് 3ാമത്തെ വാർത്തയാണ് ഈ TTമാർക്ക് നേരെയുള്ള അതിക്രമം. ഇവിടെ 2 സംഭവങ്ങളും ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്ത, അതായത് ടിക്കറ്റ് എടുക്കാതെ റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്ത യാത്രക്കാരോട് ടിക്കറ്റ് ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ മറ്റൊരു കമ്പാർട്ട്മെന്റിലേക്ക്, ജനറൽ കോച്ചിലേക്ക് ടിക്കറ്റ് എടുത്തതിന് ശേഷം അങ്ങോട്ടേക്ക് മാറിയിരിക്കൂ എന്ന് പറഞ്ഞതിനാണ് ഈ 2 സംഭവങ്ങളും TTമാർക്കെതിരെ ആക്രമണമുണ്ടായത്. അതിൽ കോഴിക്കോടുണ്ടായ സംഭവം വനിതാ TTക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ന് രാവിലെ ആയിരുന്നു ഈ സംഭവം ഉണ്ടായത്. ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിൻ വടക്കാഞ്ചേരിയിൽ എത്തിയപ്പോഴായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. TTക്ക് നേരെ ആദ്യത്തെ ആക്രമണം ഉണ്ടായത്. അതിൽ കൊല്ലം സ്വദേശി അശ്വിനെയും പൊന്നാനി സ്വദേശി ആഷിഖിനെയും റെയിൽവേ പോലീസ് പിടികൂടുകയും പിന്നെ വടക്കാഞ്ചേരി പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. TT ആയ UP സ്വദേശി മനോജ് വർമ്മയെ ആയിരുന്നു ആദ്യം അശ്വിൻ ആക്രമിച്ചത്. ടിക്കറ്റ് റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ ഇരുന്ന ആഷിഖിനോട് ടിക്കറ്റ് ആവശ്യപ്പെടുകയും ആ സീറ്റിലേക്ക് റിസർവേഷനാണ്, മറ്റൊരാൾ അല്പസമയത്തിനുള്ളിൽ അടുത്ത സ്റ്റേഷനിൽ നിന്ന് കയറുമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അശ്വിൻ മാറിയിരിക്കാൻ തയ്യാറായില്ല. ടിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോഴാണ്, ടിക്കറ്റ് ഇല്ലാതെയാണ് യാത്ര ചെയ്തതെന്ന് പോലീസിന് TTക്ക് മനസ്സിലാവുകയും ഇതിനെ തുടർന്നാണ് മാറിയിരിക്കാൻ ആവശ്യപ്പെട്ടത്, ഇല്ലെങ്കിൽ പിഴത്തുക അടയ്ക്കണമെന്ന്. ഇതിന്റെ പ്രകോപനത്തിലാണ് TTനെ തള്ളിയിട്ട ശേഷം അശ്വിൻ ആക്രമിച്ചു. പിന്നീട് തള്ളിയിട്ട ശേഷം അശ്വിൻ ട്രെയിനിൽ നിന്നും മറ്റൊരു കമ്പാർട്ട്മെന്റിലേക്ക് ഓടി രക്ഷപ്പെട്ടത്. അപ്പോൾ തന്നെ അടുത്ത കമ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന മറ്റൊരു TT ഷമ്മി രാജിനെ വിവരം അറിയിക്കുകയും ചെയ്തു. ഷമ്മി രാജ് കാണുകയും ചെയ്തു ഈ അശ്വിൻ മറ്റൊരു കമ്പാർട്ട്മെന്റിലേക്ക് ഓടുന്നത്. ഉടൻ തന്നെ ഷമ്മി രാജ് ഈ അശ്വിനെ പിടിച്ചു നിർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സമയത്ത് ആ TTയെ ആക്രമിച്ച ശേഷമാണ് അശ്വിൻ ഓടുന്നത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് അശ്വിന്റെ സുഹൃത്ത് ആഷിഖിനെ കണ്ടെത്തിയത്. ആഷിഖാണ് പറഞ്ഞത് AC കോച്ചിലെ ബാത്റൂമിൽ അശ്വിൻ ഒളിച്ചിരിക്കുകയാണെന്ന്. പിന്നീട് ഈ ട്രെയിനിലുണ്ടായിരുന്ന പോലീസിനെ വിവരം അറിയിച്ച് അവരെത്തി.
ഈ ടിറ്റിമാരും കൂടിയാണ് അശ്വിനെയും ആഷിഖിനെയും പിന്നീട് പോലീസിന് വടക്കാഞ്ചേരി പോലീസിന് കൈമാറിയത്. ഇവരുടെ ടിറ്റിമാരുടെയും RPFന്റെയും പരിശോധനയിൽ തന്നെ ഇവരുടെ ബാഗിൽ നിന്നും കഞ്ചാവ് പിടികൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വടക്കാഞ്ചേരി പോലീസിന് കൈമാറിയിരിക്കുകയാണ് ഇരുവരെ രണ്ടുപേരെയും. കൊല്ലം സ്വദേശിയാണ് അശ്വിൻ, പൊന്നാനി സ്വദേശിയാണ് ആഷിഖ്. ഇങ്ങനെയാണ് ഇന്ന് രാവിലെ നടന്ന സംഭവം. മറ്റൊരു സംഭവം അത് കോഴിക്കോട് വെച്ചായിരുന്നു, വടകര ഭാഗത്ത് വെച്ചായിരുന്നു സംഭവം ഉണ്ടായത്. ചെന്നൈ മെയിൽ എക്സ്പ്രസിലായിരുന്നു വനിതാ TTO ആയ ആർദ്ര K അനിൽകുമാറിന് നേരെയാണ് അതിക്രമം ഉണ്ടായത്. അതും ഇതേ സമാനമായ രീതിയിൽ തന്നെയാണ്. ആൻഡമാൻ നിക്കോബാർ സ്വദേശിയായ മധുസൂദൻ നായരാണ് ടിക്കറ്റ് ഇല്ലാതെ ഈ വണ്ടിയിലെ റിസർവേഷൻ കോച്ചിൽ യാത്ര ചെയ്തത്. ഇത് ചോദ്യം ചെയ്തപ്പോഴാണ് വനിതാ TTക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ഈ വനിതാ TTനെ തള്ളിയിട്ട ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തത്. ഉടൻ തന്നെ ഇവർ പോലീസിന്റെ വിവരം അറിയിച്ചു. പിന്നീട് ട്രെയിൻ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് മധുസൂദനെ പോലീസ് RPF ഉദ്യോഗസ്ഥർ പോലീസിന് കൈമാറിയത്. ടോം, നവമി, ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ അടിക്കടി ഉണ്ടാകുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് TT വിനോദിന്റെ മരണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ TTമാർക്ക് നേരെ ആക്രമണം ഉണ്ടായതൊക്കെ നിരവധി റിപ്പോർട്ട് ചെയ്തു. ചില കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത നിരവധി കേസുകളുമുണ്ട്. ഇങ്ങനെ ഈ TTമാർക്ക് ആര് സുരക്ഷ ഒരുക്കുമെന്ന ഒരു ചോദ്യം ഉയരുകയാണ്. കാരണം ഒട്ടുമിക്ക ദിവസങ്ങളിലും പ്രത്യേകിച്ച് ഇതര സംസ്ഥാനക്കാരുടെ ആക്രമണത്തിന് ഇരകളാകുന്നു. നമ്മുടെ ട്രെയിനുകളിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന പലരെയും കാണാൻ കഴിയും. അത് ചോദ്യം ചെയ്യുമ്പോഴാണ് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഈ TTമാരുടെ ഒരു നിലപാടെന്താണ്? ഈ വിഷയത്തിൽ അവർക്ക് വേണ്ട രീതിയിൽ സുരക്ഷ കിട്ടുന്നില്ല, സുരക്ഷ ഒരുക്കുന്നില്ല എന്ന പരിഭവം ഈ വിനോദിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്ന് ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ഒരു ദിവസം തന്നെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 2 സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഒരു ശക്തമായ നടപടിയിലേക്ക്, ഒരു പ്രതിഷേധത്തിലേക്ക് മറ്റോ ഇവർ ഒരുങ്ങുന്നുണ്ടോ? എന്താണ് ഇവരുടെ നിലപാട്? ഇത്തരത്തിൽ ട്രെയിനുകളിൽ അത് സ്ത്രീകൾക്ക് നേരെ അതിക്രമം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ TTമാർക്ക് നേരെ അതിക്രമം ഉണ്ടാകുമ്പോഴൊക്കെ ഇവർ ആവർത്തിച്ച് പറയുന്നത്, അല്ലെങ്കിൽ സമൂഹം ആവർത്തിച്ച് പറയുന്നത്, സ്ത്രീകൾക്ക് ട്രെയിനുകളിൽ സുരക്ഷ ഒരുക്കണം. അന്ന് മുതൽ ഈ സൗമ്യ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ആവർത്തിക്കുന്നതായിരുന്നു ട്രെയിനുകളിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കണം, അല്ലെങ്കിൽ ട്രെയിനുകളിൽ പോലീസിന്റെ ഒരു നിരീക്ഷണം, RPF ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം ഉണ്ടാകണം. എല്ലാ കമ്പാർട്ട്മെന്റിലും എല്ലായ്പ്പോഴും ഇവരുടെ നിരീക്ഷണം, അത് രാവിലെ ആയിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ, നിരീക്ഷണം ഉണ്ടാകണമെന്ന് ആവർത്തിച്ച് പറയുന്നതാണ്. ഈ വിനോദിന്റെ മരണത്തിലടക്കം ആ സംഭവത്തിന് ശേഷവും TTമാര് നിരവധി തവണയാണ് എല്ലാ മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ നിയമ സംവിധാനത്തിനോടൊക്കെ അവർ പറഞ്ഞതാണ് തങ്ങളുടെ ജോലി കൃത്യമായി ചെയ്യാൻ പോലും ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ടിക്കറ്റ് ഇല്ലാതെ ട്രെയിനുകളിൽ സഞ്ചരിക്കുന്നവരോട് ടിക്കറ്റ് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ പിഴ അടയ്ക്കാൻ ആവശ്യപ്പെടുക. പിന്നീട് അവർ ചെയ്യുന്നത് കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് തങ്ങളെ ആക്രമിക്കുക, അല്ലെങ്കിൽ തങ്ങളെ ട്രെയിനിൽ നിന്ന് തള്ളിയിടുക, അല്ലെങ്കിൽ തങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോകുന്ന സാഹചര്യമാണ്. പലപ്പോഴും ഇത് പരാതിപ്പെടാൻ കൃത്യമായ ഒരു പോലീസുകാർ പോലും ആ ബോഗിയിൽ ഉണ്ടാകില്ല. അടുത്ത സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തുന്നത് വരെ തങ്ങൾ കാത്തിരിക്കണം. കൃത്യമായി ഒരു പരാതിപ്പെട്ടാൽ തന്നെയും പോലീസ് എത്തുന്നതിന് വേണ്ടി ചില കാലതാമസം നേരിടുന്നു. ഇതൊക്കെ പലപ്പോഴും പല തവണ ഇവർ പറയുന്നതാണ്. പക്ഷേ കൃത്യമായൊരു നടപടി എടുക്കാൻ ആരും തന്നെ തയ്യാറാകുന്നില്ല. അതെന്തുകൊണ്ടാണെന്നാണ് TTമാര് ചോദിക്കുന്നത്. തങ്ങളുടെ ജീവന് ഇത്ര മാത്രമേ ഉള്ളൂ വില, തങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ പോലും കഴിയാത്തൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണെന്ന് അവർ ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ തന്നെ ഈ വനിതാ TTക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ തന്നെയും അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. അടുത്തൊരു സ്റ്റേഷനിലേക്ക് നിർത്തിയാൽ മാത്രമേ പോലീസിനെ വിവരം അറിയിച്ച് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ അല്ലെങ്കിൽ പ്രതിയെ കൈമാറാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുള്ളൂ. അതും ഒരു വനിതയാണ്. ഇവിടെ ആയിക്കോട്ടെ ഈ പുരുഷനായിട്ടുള്ള ഒരു TTക്ക് പോലും ആ ആക്രമണത്തിനെ എതിർത്ത് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വരികയാണ്. എന്തായാലും ട്രെയിനുകളിൽ പൂർണ്ണമായും ഒരു നിരീക്ഷണം TTമാരുടെ ആയിക്കോട്ടെ യാത്രക്കാരുടെ ആയിക്കോട്ടെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോഴും അത് വിദൂരമായി തന്നെ നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ടോം, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നവമി സൂചിപ്പിച്ചതുപോലെ യാത്രക്കാരുടെ സുരക്ഷയ്ക്കൊപ്പം തന്നെ TTമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്വവും റെയിൽവേക്കുണ്ട്. കാരണം ഇത്തരം സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുന്നത് ഈ TTമാരുടെ ജീവന് തന്നെ ഭീഷണിയാകും എന്ന മുന്നറിയിപ്പ് കൂടി റെയിൽവേ അധികൃതർ ആ മുന്നറിയിപ്പായിട്ട് തന്നെ കാണണം.
മറ്റൊരു വാർത്തയാണ്. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലേക്കാണ് സ്പോട്ട് ലൈവ് ഇനി പോകുന്നത്. പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിനിടെ വിദേശത്തേക്ക് കടന്നുവന്ന അവകാശവാദവുമായി പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുല് വീഡിയോ സന്ദേശത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ ഏതു രാജ്യത്താണുള്ളതെന്ന് രാഹുൽ വെളിപ്പെടുത്തിയിട്ടില്ല. സ്ത്രീധനത്തിന്റെ പേരിൽ മർദ്ദിച്ചിട്ടില്ലെന്ന വീഡിയോ സന്ദേശത്തിൽ രാഹുൽ അവകാശപ്പെടുന്നുണ്ട്. അതിനിടെ രാഹുലിന്റെ വീട്ടിലെ CCTV DVRും പോലീസ് പിടിച്ചെടുത്തു. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, തുടക്കത്തിൽ തന്നെ പോലീസിന്റെ വീഴ്ചയാണ്, അനാസ്ഥയാണ് രാഹുൽ നാട് വിടാനുള്ള, രക്ഷപ്പെടാനുള്ള കാരണമെന്ന് ആരോപണം ഉയർന്നിരുന്നു. നിലവിൽ എവിടെയാണ് പ്രതി, എവിടെ എന്ന എന്തെങ്കിലും സൂചന പോലീസിനുണ്ടോ? ടോമോ, അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ തന്നെയാണ് ഉണ്ടായത്. കാരണം പുതിയ വീട്ടിൽ അല്ലെങ്കിൽ ഭർതൃഗൃഹത്തിൽ എത്തി ഒരു ആഴ്ച കഴിയും മുമ്പാണ് ക്രൂരമായ പീഡനത്തിന് ഈ യുവതി ഇരയായത്. ഇതിനുശേഷം യുവതി നേരിട്ട് തന്നെ ആ കുടുംബത്തോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ പന്തീരാങ്കാവിലെത്തി പരാതി നൽകിയെങ്കിലും അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി ആ പരാതി എടുക്കുകയുണ്ടായില്ല. അവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഈ പ്രതിയുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന ആ പോലീസുകാരെയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. ഒട്ടും ഗൗരവം പരാതിക്കാർക്കും പോലീസ് നൽകിയില്ല എന്ന് വ്യക്തമാണ്. എന്തായാലും വിവാദമായതോടുകൂടി, സംഭവം വിവാദമായതോടുകൂടി ഇന്നലെ ഈ SHOയ്ക്കെതിരെ കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരം ഉത്തരമേഖല IG സസ്പെൻഷൻ എന്ന നടപടി എടുത്തു. അദ്ദേഹത്തിനെതിരെ ഇനി വകുപ്പ് തല അന്വേഷണം നടത്തുമെന്നും അറിയിച്ചിരിക്കുന്നു. എന്തായാലും ആദ്യഘട്ടത്തിൽ സ്റ്റേഷനിൽ എത്തിയ പ്രതിയുമായി ഒത്തുതീർപ്പ് ചർച്ചകൾക്കുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. മറിച്ച് ക്രൂരമായ മർദ്ദനം നടത്തിയ പ്രതിയെ ആ സമയം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. എന്തായാലും അങ്ങനൊരു നടപടി ഉണ്ടായില്ല. അന്ന് താരതമ്യേന ദുർബലമായ വകുപ്പുകൾ പ്രകാരം കൈക്ക് അടിച്ചു, അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ആക്രമണം എന്നീ രീതികളിലൊക്കെയാണ് താരതമ്യേന ചെറിയ വകുപ്പുകൾ പ്രകാരമാണ് അന്ന് കേസ് എടുത്തിരുന്നത്. എന്നാൽ പിന്നീട് സമ്മർദ്ദം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഈ സമൂഹത്തിൽ നിന്നുമുള്ള സമ്മർദ്ദം ശക്തമായി. വനിതാ കമ്മീഷൻ അടക്കം രൂക്ഷമായി പോലീസിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതേ തുടർന്നാണ് വധശ്രമവും ഒപ്പം ഈ സ്ത്രീധന നിരോധന നിയമം അടക്കമുള്ള വകുപ്പുകളും ചേർത്ത് പോലീസ് കേസെടുക്കുകയും ചെയ്തു. എന്തായാലും ഇത്തരത്തിൽ കേസ് കൂടുതൽ ബലപ്പെടുത്തിയതോടുകൂടി തന്നെ പ്രതി നാട് വിട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ തന്നെ ഈ പരാതിക്കാരിയുടെ കുടുംബം പറഞ്ഞിരുന്നു ബംഗളൂരുവിലെത്തി അവിടെ നിന്നും സിംഗപ്പൂരിലേക്ക് പ്രതി കടന്നു കളഞ്ഞു എന്ന സംശയമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും അത് ശരിവെക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇന്ന് പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും ഈ താനൊരു വിദേശ രാജ്യത്താണ് എന്ന് ചൂണ്ടിക്കാട്ടി, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തില്ല എന്ന് ചൂണ്ടിക്കാട്ടി രാഹുൽ ഒരു വീഡിയോ സന്ദേശം പുറത്തുവിട്ടിരുന്നു. അതിൽ തൻ്റെ വാദമുഖങ്ങൾ കൂടുതൽ ന്യായമെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും സ്ത്രീധനത്തിൻ്റെ പേരിൽ താൻ ഒരു കുഴപ്പവും അല്ലെങ്കിൽ താൻ ഒരു തരത്തിലും ഭാര്യയെ മർദ്ദിച്ചിട്ടില്ല, മറ്റു ചില പ്രശ്നങ്ങളുടെ പേരിലാണ് താൻ അടിക്കുകയുണ്ടായത് എന്ന് രാഹുൽ പറയുന്നു. എങ്കിൽ പോലും പ്രതി ആ കുറ്റം സമ്മതിക്കുന്നുണ്ട് എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഒപ്പം ഈ ജർമ്മനിയിൽ കാറുള്ള ആളാണ്, അതുകൊണ്ട് തനിക്ക് സ്ത്രീധനം വാങ്ങിച്ച് മുന്നോട്ട് ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് താൻ കാർ എന്ന ആവശ്യം ഭാര്യയോട് അല്ലെങ്കിൽ ഭാര്യയുടെ കുടുംബത്തോട് മുന്നോട്ട് വെച്ചിട്ടില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ രാഹുലിൻ്റെ അമ്മയും സഹോദരിയും അടക്കം പറഞ്ഞ കാര്യങ്ങളും ഇതുതന്നെയാണ്. എന്തായാലും ഈ വീഡിയോയുടെ ഒരു വ്യക്തത, അല്ലെങ്കിൽ എവിടെ നിന്നാണ് വീഡിയോ ചിത്രീകരിച്ചതെന്ന് സംബന്ധിച്ച ഒരു വ്യക്തത പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പോലീസ് അക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം ഈ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തി അതോടൊപ്പം തന്നെ എന്തായാലും പോലീസ് ഇത്തരം ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നതിന് പിന്നാലെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ പറവൂരിലെത്തി പെൺകുട്ടിയുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴിയെടുത്തു. ഇന്ന് രാഹുലിന്റെ കുടുംബത്തിന്റെ മൊഴിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിച്ച ആരോപണം രാഹുല് ഈ രീതിയിൽ മർദ്ദിക്കാനുള്ള കാരണം അമ്മയും സഹോദരിയുമാണ്, അവർക്കെതിരെയും കേസെടുക്കണമെന്ന ആവശ്യം അവർ ഉയർത്തിയിട്ടുണ്ട്. അത്തരമൊരു നടപടിയിലേക്ക് പോലീസ് കടക്കുമോ? പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിനിടെയാണ് വിദേശത്തേക്ക് കടന്നു വന്ന അവകാശവാദവുമായി പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ വീഡിയോ സന്ദേശത്തിലൂടെ രംഗത്തെത്തിയത്. എന്തായാലും പ്രതി മറ്റൊരു രാജ്യത്തേക്ക് കടന്നു വന്ന കൃത്യമായ സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. ഇയാൾ ഇനി മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കം നടത്തുമായിരിക്കും. പക്ഷേ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിനെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിച്ചത്. ഈ രാഹുലിൻ്റെ കുടുംബത്തിന് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിച്ചത്. അതായത് രാഹുലിന് മാത്രമല്ല, ഈ ഗാർഹിക പീഡനത്തിൽ അമ്മയ്ക്കും സഹോദരിക്കും പങ്കുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. അനീഷ്, ഞാൻ ചോദിച്ചത് ഈ രാഹുലിൻ്റെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ കേസെടുക്കണമെന്ന ആവശ്യം
പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിച്ചിരുന്നു. അത്തരമൊരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? തീർച്ചയായും പോലീസ് ഈ രാഹുലിന്റെ കുടുംബാംഗങ്ങൾക്കെതിരെ കേസെടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നിലവിൽ കേസെടുത്തില്ല എന്നറിയുന്നു. കാരണം പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മർദ്ദനമേറ്റ യുവതിയുടെ ഭാഗത്തു നിന്നും ഈ അമ്മയുമായി ഒരു അടച്ചിട്ട മുറിയിൽ പോയി ചില സംസാരങ്ങൾ നടത്തിയ ശേഷമാണ് തനിക്കെതിരെ ക്രൂരമായ അതിക്രമം പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് പറയുന്നു. അമ്മയുടെ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള മോശമായ പെരുമാറ്റം തന്റെ ഭർത്താവിൽ നിന്നും ഉണ്ടായതെന്ന് യുവതി പറയുന്നു. അതുകൊണ്ട് തീർച്ചയായും ഈ ഗാർഹിക പീഡന കേസുകളുമായി ബന്ധപ്പെട്ട് വിവാഹം കഴിഞ്ഞു 1 വർഷത്തിനൊക്കെ ഉള്ളിലാണെങ്കിൽ ഈ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നാൽ ഈ ഭർത്താവിനും ഭർത്താവിന്റെ മാതാവിനും ബന്ധുക്കൾക്കുമൊക്കെതിരെ കേസെടുക്കാനുള്ള രീതിയിലുള്ള വകുപ്പുകളുണ്ട്. എന്തായാലും അതൊക്കെ പ്രകാരം എടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യ ഘട്ടത്തിൽ കുടുംബത്തിനെതിരെയും കേസെടുക്കണമെന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് ഭാര്യയുടെ കാലിൽ ചുറ്റിക കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചെന്ന പരാതി. പാലോട് സ്വദേശി സോജിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഭാര്യ ഷൈനിയെ ഇയാൾ ആക്രമിച്ചത് കരിമൺകോട് വനത്തിൽ വെച്ചാണ്. ഷൈനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വി വിനോദ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, ഇത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഇത്തരം ഇങ്ങനെ ഒരു ക്രൂരമായ രീതിയിൽ ഭാര്യയ്ക്ക് നേരെ ആക്രമണം നടത്താനുള്ള കാരണം എന്തെന്നാണ് പോലീസ് പറയുന്നത്? ടോം, പാലോട് കരിമൺകോട് വനഭാഗത്താണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ആദ്യം ഈ യുവതി പരിക്കേറ്റ് കിടക്കുന്നത് കണ്ട് ആ പരിസരത്ത് വന മേഖലയിൽ തന്നെ അവിടെ ഈ വിറക് ശേഖരിക്കുന്നതിനും മറ്റും പോകുന്ന ആളുകളുണ്ട്. ഇവരുടെ നിലവിളി കേട്ടാണ് അവിടേക്ക് എത്തുന്നത്. തുടർന്ന് അവർ നാട്ടുകാരെ അറിയിച്ചു. ആ പരിസരത്ത് നിന്ന് തന്നെയാണ് സോജി എന്ന ചെറുപ്പക്കാരനെ പിടികൂടിയത്. ആദ്യം നൽകിയത് ഭാര്യ ഭർത്താക്കന്മാരെന്ന ഒരു വിവരമാണ് ആദ്യം സോജി പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ പോലീസ് ചില അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. അവർ ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ചുറ്റിക കൊണ്ട് കാലിൽ പരിക്കേൽപ്പിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ കാറ് കയറ്റി ഇറക്കി എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഇവർക്കൊപ്പം മറ്റ് 3 ചെറുപ്പക്കാർ കൂടി 3 പുരുഷന്മാർ കൂടി ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവർ ഭാര്യ ഭർത്താക്കന്മാരാണോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുവതിയിൽ നിന്ന് കൂടുതൽ മൊഴി ശേഖരിക്കേണ്ടതുണ്ട്. ഇവർ പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പമുണ്ടായിരുന്ന യുവാക്കളെ കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. എന്തിന് ഇവർ ഈ വനമേഖലയിൽ വന്നു, ഒറ്റയ്ക്ക് ഈ യുവതിയും 4 പുരുഷന്മാരും ആ നിലയ്ക്ക് അവിടെ എത്തിയ സാഹചര്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് പരിശോധിക്കുകയാണ്. ടോം, അങ്ങനെ എന്തെങ്കിലും ഈ ഒരു ലഹരി ഇടപാടുകളോ ലഹരിക്ക് അടിമകളാണോ ഈ പ്രതി, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? കാരണം ഇങ്ങനെ കാലിലൂടെ വാഹനം കയറ്റി ഇറക്കി എന്നൊക്കെ പറയുമ്പോൾ അതിന് പിന്നിലൊരു കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യമുണ്ടായിരിക്കുമോ വിനോദ്? ഇവർ അവിടെ വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടതായ സംശയമുണ്ട്. ഇവർ അവിടെ എത്തി വിജനമായ സ്ഥലമാണ്, വനമേഖലയാണ്. അവിടെ ഇവർ എന്തിനെത്തിയത് എന്ന് സംബന്ധിച്ചുള്ള ചില സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഈ ഒരു സ്ത്രീയാണ് ഉണ്ടായിരുന്നത്, ഒരു യുവതിയാണ് ഉണ്ടായിരുന്നത്. മറ്റു 4 പേരും പുരുഷന്മാരാണ്. കാറിലാണ് എത്തിയതെന്ന് പറയുന്നു. വാഹനം കാലിലൂടെ കയറ്റി ഇറക്കി എന്ന് പറയുന്നു. അവിടെ വാക്ക് തർക്കം ഉണ്ടായതായ ചില വിവരങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന വിവരമാണ്, മൊഴിയാണ് നൽകിയിട്ടുള്ളത്. പക്ഷെ പോലീസ് ഇക്കാര്യം വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇവർ അങ്ങനെ ഒരു സംഘമായി വിജനമായ സ്ഥലത്ത് എത്തിയത്, ഇവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ടോം, ഇപ്പോൾ നിലവിൽ ഒരാളെ, ഈ ഭർത്താവ് എന്ന് പറയുന്ന ആളെ മാത്രമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഒപ്പം മറ്റ് യുവാക്കളുണ്ടായിരുന്നു പറയുന്നു. അവർക്കെതിരെ അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ, സൂചനകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? പോലീസ് ആ വഴിക്കുള്ള അന്വേഷണം നടത്തുകയാണ്. ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് അത് അവരെ തിരിച്ചറിഞ്ഞു എന്ന വിവരമാണ്. ഇവർ ആ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളെ പോലീസ് ഇപ്പോൾ തിരിച്ചറിഞ്ഞു എന്ന സൂചനയുണ്ട്. കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എന്ന ഒരു വിവരം തന്നെയാണ്. അപ്പോൾ ഇവർ ആരാണ്, എന്തിന് ഇവർ അങ്ങനെ അവിടെ എത്തി തുടങ്ങിയ കാര്യങ്ങൾ, പക്ഷേ അതിന് ദൃക്സാക്ഷികളോ മറ്റോ ഇല്ല. കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നതിന് ദൃക്സാക്ഷികളില്ല. ഇങ്ങനെ ഈ അപകടം പറ്റി നിലവിളി കേട്ട് എത്തി ഈ സാഹചര്യത്തിൽ കണ്ടെത്തി ഒരാളെ അവിടെ നാട്ടുകാർ പിടികൂടി. പോലീസ് എടുത്തിട്ടുള്ളത് കൂടുതൽ പേർ ഉണ്ടായിരുന്നു എന്ന ചില സൂചനകളാണ്. ആ നിലയ്ക്ക് കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. കാറിലാണ് എത്തിയത്. ആ വാഹനത്തിൽ കൂടുതൽ പുരുഷന്മാരുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇക്കാര്യം വിശദമായി ഇപ്പോൾ പോലീസ് പരിശോധിക്കുകയാണ്. വ്യക്തമാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് വനമേഖലയിൽ വെച്ചാണ് ഭാര്യയുടെ കാലിൽ ചുറ്റിക കൊണ്ട് ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചത്. ഭർത്താവ് പാലോട് സ്വദേശി
സോജിയെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾക്കൊപ്പം മറ്റ് 3 യുവാക്കൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്താണ് ഇത്തരമൊരു ആക്രമണത്തിന് കാരണമെന്ന് കാര്യം കൂടി പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.